ശരിക്കും മനുഷ്യൻ്റെ ആഹാര സ്വാതന്ത്ര്യത്തിൽ ഭരണകൂടം കൈകടത്തുകയാണോ? ആസാമിൽ നിന്ന് വരുന്ന വാർത്തകൾ അങ്ങനെയാണ് നമ്മളെ കൊണ്ട് ചോദിപ്പിക്കുന്നത്. കാരണം ബീഫ് നിരോധനം പൂർണ്ണമായിട്ടും കൊണ്ടുവന്നിരിക്കുകയാണ് ആസാമിൽ. നേരത്തെ ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 5 കിലോമീറ്റർ റേഡിയസിലാണ് ഈ നിരോധനം ഉണ്ടായിരുന്നതെങ്കിൽ അതിപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് പൊതു ഇടങ്ങൾ, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ ഇവിടെയൊന്നും വിൽക്കാൻ പാടില്ല എന്ന ഒരു അമെൻമെൻറ്റ് ഭേദഗതിയാണ് വന്നിരിക്കുന്നത് കാറ്റിൽ പ്രിസർവേഷൻ ആക്റ്റിൽ. ഈ ആക്റ്റിൽ ഈ ബീഫിന് നിർവചനം പറഞ്ഞിട്ടുണ്ടോ? ഈ ബീഫ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബീഫ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഉദ്ദേശിക്കുന്നത് പശുവിറച്ചിയാണ്. പശുവിറച്ചി മാത്രമാണെങ്കിൽ അത് ഗോവധ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അങ്ങനെയാണിത് ചെയ്തിരിക്കുന്നതെങ്കിൽ പശുക്കളെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടുന്ന, അത് വളരെ പണ്ട് തൊട്ടേ ഇന്ത്യയിൽ ഒരുപാട് ആൾക്കാർ ഈ ഗോവധ നിരോധന നിയമം അതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും അതിനെ മുതലെടുത്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിലേക്ക് പിന്നെ വരാം. ആസാമിലെ കാര്യം, ആസാമിൽ എന്താണ് ഈ ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമല്ല വാർത്തകളിൽ, അല്ലേ? നമുക്ക് ആ ആസാം ഗവൺമെൻറ്റിൻ്റെ ഓർഡറൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും മന്ത്രിയും മറ്റുമൊക്കെ അവിടുത്തെ ഈ ആസാം ഗവൺമെൻറ്റിലെ മന്ത്രിമാരൊക്കെ ഈ കാര്യം പറയുന്നുണ്ട്, ബീഫ് നിരോധിച്ചു. നേരത്തെ ഇത് ആസാമിൽ ക്ഷേത്രങ്ങളുടെ 5 കിലോമീറ്റർ ദൂരപരിധിയിലാണ് ഈ ബീഫ് വിൽക്കുന്നതും വാങ്ങുന്നതും അത് പാകം ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ നിരോധിച്ചിരുന്നത്. ഇപ്പോൾ അത് സംസ്ഥാനത്തെ മുഴുവൻ റെസ്റ്റോറൻറ്റുകളിൽ, ഹോട്ടലുകളിൽ, പൊതു ഇടങ്ങളിലൊക്കെ. അതിൻ്റെ അർത്ഥം ബീഫ് വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കാമെന്നാണോ? വീട്ടിൽ കൊണ്ടുവച്ച് പാകം ചെയ്ത് കഴിക്കാമെന്നാണ്? വീട്ടിൻ്റെ കാര്യം ഇതിൽ പറയുന്നില്ല. സെർവിങ് ഉണ്ട്, വിളമ്പുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അത് ഒരു ബാൻ അവിടെ ഉണ്ട്. പക്ഷേ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബീഫിൻ്റെ നിർവചനം എന്താണ്? ഒരു ആക്ട് പറയുമ്പോൾ ഏത് വസ്തുവാണോ അവരുദ്ദേശിക്കുന്നത് ആ വസ്തുവിനെ കുറിച്ചുള്ള നിർവചനവും ആക്റ്റിൽ പറയും. നമ്മുടെ മാധ്യമങ്ങളൊന്നും അത് പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ ഇത് ഈ വാർത്തയെ തന്നെ ഒരു ദുരൂഹത ഉണർത്തുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, വാർത്തയുടെ ദുരൂഹതയിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഈ ഗോവധം നിരോധിക്കണമെന്ന ആവശ്യം വളരെ പണ്ട് തൊട്ടേ സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ട്. മാത്രമല്ല അത് നമ്മുടെ രാജ്യത്തെ, നമ്മൾ ഈ നോർത്ത് സൗത്ത് എന്നൊന്നും വേർതിരിക്കേണ്ട, രാജ്യത്തെമ്പാടും നമ്മൾ പാലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പശുവിനെയും എരുമയെയുമാണ്. ആട് വളരെ കുറച്ചേ ഉള്ളൂ, അത്രയും ഇല്ല. ഈ പശുവിൻ്റെ പാലാണ് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ യോഗ്യമായിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ എരുമയുടെ പാലിൽ ഫാറ്റ് കൂടുതലാണ്, കൊഴുപ്പ് കൂടുതലാണ്. അപ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് ശരീരം തടിക്കുകയും മറ്റുമൊക്കെ ചെയ്യും. അതേസമയം പശുവിൻ്റെ പാലിന് അത്രയും ഫാറ്റില്ല എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പാലിന് വേണ്ടിയും ചാണകത്തിനും ഗോമൂത്രത്തിനും ഇത് നല്ല വളമാണ്. പശുവിൻ്റെ ചാണകത്തിനും മൂത്രത്തിനും കിട്ടുന്ന അത്രയും, അതിൽ നിന്ന് കിട്ടുന്ന അത്രയും വളം മറ്റ് ജന്തുക്കളുടെ വിസർജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വാദം. എന്തായാലും ഇതൊക്കെ കൊണ്ട് പശു മാത്രമല്ല, ഹിന്ദുക്കൾ ഒരു വളരെ വിശുദ്ധമായി അവരുടെ ഒരു ആരാധനാ മൂർത്തിയാണ് പശു. അതുകൊണ്ട് പശുവിനെ കൊല്ലരുത് എന്ന് അവരങ്ങനെ കരുതുന്നു, അവർ വിശ്വസിക്കുന്നു, അവരതിനെ ആരാധിക്കുന്നു, ഹിന്ദുക്കൾ അതിനെ സംരക്ഷിക്കുന്നു. എന്തായാലും നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഈ പശു, കാള ഇത്തരം ജീവജാലങ്ങളെല്ലാം നമ്മുടെ കൃഷിയും പരിസ്ഥിതിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ആ അർത്ഥത്തിൽ പശുവിനൊരു പ്രാധാന്യം കൂടുതലുണ്ട്. മനുഷ്യനുമായി കൂടുതൽ അടുത്ത് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് പശുവിൻ്റെ പാലും മറ്റ് ഇതുമെല്ലാം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ആ ഗോസംരക്ഷണത്തിന് വലിയ പ്രാധാന്യം വന്നത്. അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരാം. ഇത് വളരെ പണ്ട് ജനസംഘം രൂപീകരിച്ച കാലത്ത് ജനസംഘം ഈ ഗോവധ നിരോധന നിയമം വേണം എന്നൊരാവശ്യം ഉന്നയിച്ചു. അതിൻ്റെ സമരം തുടങ്ങിയത് കേരളത്തിൽ നിന്നാണ്, തെക്കേയറ്റത്തുനിന്നാണ്. ഒരു തലസ്ഥാനത്തുനിന്ന് തുടങ്ങണം എന്നുള്ള നിലയ്ക്ക് അത് തിരുവനന്തപുരത്തു നിന്നാണ് തുടങ്ങിയത്. അന്ന് അതിൽ അറസ്റ്റ് വരിച്ച ആൾക്കാരൊക്കെ പലരും മരിച്ചുപോയി, കുറച്ച് പേരൊക്കെ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ഇപ്പോഴും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1960കളിലാണ് ഈ സമരം. വർഷം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, വായിച്ച് പോയൊരു ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. ഈ സമരത്തിൽ പങ്കെടുത്ത ചിലരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, വയസ്സായ ആൾക്കാർ. എനിക്ക് തോന്നുന്നു ഇന്ന് അതിൽ ജീവിച്ചിരിക്കുന്നതിൽ നമ്മുടെ മുതിർന്ന BJP നേതാവ് K. രാമൻപിള്ള സാറ് അതിൽ പങ്കെടുത്ത ഒരാളാണെന്ന് തോന്നുന്നു. അദ്ദേഹം പങ്കെടുത്ത ആളാണ്. അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, വർഷം മറന്നുപോയി. അപ്പോൾ ഇത് ഒരു വലിയ ഒരു സമരമായി, വലിയൊരു പ്രതിഷേധമായി രാജ്യത്തെമ്പാടും വ്യാപിച്ചു. അപ്പോൾ അന്ന് കോൺഗ്രസ്സിനെ നെഹ്റുവിൻ്റെ കാലം കഴിഞ്ഞ് പതുക്കെ ഇന്ദിര കടന്നു വരുന്ന ഒരു കാലമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചു കഴിഞ്ഞ് പിന്നീട് ഇന്ദിര
ഇന്ദിരാഗാന്ധി അധികാരത്തിലേക്ക് കടന്നു വന്ന് അങ്ങനെ മുന്നോട്ട് പോകുന്ന കാലത്ത് ഇന്ദിരാഗാന്ധി വളരെ തന്ത്രപരമായിട്ട് ഈ സമരത്തെ അങ്ങ് പൊളിച്ചു. കോൺഗ്രസിൻ്റെ ചിഹ്നം പശുവും കിടാവുമാക്കി. അപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം അതോടുകൂടി അയ്യോ നമ്മുടെ ചിഹ്നം ഇതാണ്, പശുവും കിടാവുമാണ്, അതുകൊണ്ട് അതിനുമുമ്പ് അവരുടെ കൊടിയടയാളമൊക്കെ ചർക്കയൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് ഒരു വളഞ്ഞ വഴിയിലൂടെ ഇന്ദിര ഒരു നമ്പരിട്ടു, ഒരു കാർഡ് ഇറക്കി. ആ കാർഡിനെ വെട്ടാൻ ജനസംഘക്കാർക്ക് പറ്റിയില്ല. അങ്ങനെ ഗോവധ നിരോധന സമരത്തിന് ഒരു തണുപ്പ്, അതൊന്ന് തണുത്തു. ഇതൊരു സത്യമാണ്. പക്ഷേ ഇപ്പം ഈ ഹിമന്തു ബിശ്വ ശർമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടായി ഈ ഐഡിയ കിട്ടുന്നത് കോൺഗ്രസ്സുകാരിൽ നിന്നാണ്. വരട്ടെ, അതാണ് ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് അന്ന് തൊട്ടേ ഈ ആവശ്യം, അതായത് നമ്മുടെ പരിസ്ഥിതിക്കും നമ്മുടെ എന്താ പറയുക കൃഷിക്കും ഒക്കെ അനുയോജ്യമായ ഒരു മൃഗമാണ് ഈ പശുവും കാളയും. അതുകൊണ്ട് അതിനെ സംരക്ഷിക്കണം, അതിനെ കൊന്ന് മാംസം പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വിൽക്കുക, അത് വാങ്ങി ഭക്ഷിക്കുക, ഇത് ചെയ്യരുത് എന്നൊരാവശ്യം വളരെ പണ്ട് തൊട്ടേ നമ്മുടെ രാജ്യത്തുണ്ട്. ഇത് കോൺഗ്രസ് വളരെ സമർത്ഥമായിട്ട് അത് ജനസംഘം അതിനെ രാഷ്ട്രീയ ആയുധമാക്കിയപ്പോൾ കോൺഗ്രസ് അതിനെ മറികടക്കാൻ ചിഹ്നമായിട്ട് പശുവിനെയും കാളക്കുട്ടിയെയും കൊണ്ടുവന്നു. അതോടുകൂടി ജനസംഘത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രം പൊളിഞ്ഞുപോയി. എങ്കിലും ഇതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ പൊട്ടലും ചീറ്റലും ഒക്കെ ആയിട്ട് ഇത് നിന്നു. കോൺഗ്രസ് പിന്നീട് അവരുടെ ചിഹ്നം കൈപ്പത്തിയിലേക്ക് മാറിയപ്പോൾ BJP, ജനസംഘത്തിൻ്റെ പിന്നീടുള്ള രൂപമായ BJP ഇതിനെ വീണ്ടും പൊടി തട്ടിയെടുത്തു, ഈ ഒരു രാഷ്ട്രീയ ആയുധത്തെ. അതങ്ങനെ ഗോവധ നിരോധന നിയമം വേണം എന്നുള്ള, ഗോക്കളെ സംരക്ഷിക്കണം, അതിന് പ്രത്യേക നിയമം കൊണ്ടുവരണം, പാർലമെൻറ്റിൽ ആ നിയമം പാസ്സാക്കണം, അത് സംസ്ഥാനങ്ങളെ കൊണ്ടുകൂടെ പാസ്സാക്കിപ്പിക്കണം എന്ന് പറഞ്ഞ് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ആരംഭിക്കാൻ തുടങ്ങി. അത് ഇതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്ത് നടന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ നമ്മുടെ പല സംസ്ഥാനങ്ങളിലും ഗോവധ നിരോധന നിയമം നിലവിലുണ്ട്. അവർ പക്ഷേ ബീഫ് എന്നുള്ള അർത്ഥത്തിൽ എടുത്തു പറയുന്നുണ്ട്, അത് പശുവിൻ്റെ ഇറച്ചിയാണ് ഞങ്ങൾ പറയുന്നത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെയും ആസാമിലും ഈ ഗവൺമെൻറ് ഉത്തരവിൽ അത് വ്യക്തമാക്കും ഏതാണ് ബീഫ് എന്നുള്ളത്. ഇവിടെ എല്ലാ എന്താ പറയേണ്ട ബീഫിൻ്റെ പരിധിയിൽ വരുന്ന എല്ലാ കന്നുകാലികളുടെയും മാംസം നിരോധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. അതിവിടെ വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ മാധ്യമങ്ങളൊന്നും അത് പറയുന്നില്ല. ഇവിടെ ഈ വാസ്തവത്തിലൊരു ഫാക്ട് ചെക്ക് ഇവിടെ ആവശ്യമുണ്ട്. അങ്ങനെ നോക്കിയാലേ ഇത് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. പക്ഷെ എന്തായാലും വരട്ടെ, സർക്കാർ എന്താണ് ആ വിഷയത്തിൽ വ്യക്തത വരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. എങ്കിലും ആസാമിൽ വളരെ കൃത്യമായിട്ട് ഹിമന്ത ബിശ്വാസ് ബിശ്വാസ് ശർമ്മ ഇത് കാർഡിനെ എടുത്ത് ഭംഗിയായിട്ട് തിരിച്ചു വച്ചിരിക്കുകയാണ്. അതായത് ഇത് കോൺഗ്രസ് ആണ് പറഞ്ഞതുപോലെ ഈ ഐഡിയ കൊണ്ടുവരുന്നത് കോൺഗ്രസ് ആണ്. അത് ജനസംഘം അത് തുടക്കത്തിൽ ഏറ്റെടുത്ത് വലിയ തോതിൽ പ്രക്ഷോഭം ആരംഭിച്ചു. അന്ന് അതിനെ ഇന്ദിരാഗാന്ധി പൊളിച്ചു. പിന്നീട് BJP അത് ആരംഭിച്ചു. BJPക്ക് അധികാരം കിട്ടിയ സംസ്ഥാനങ്ങളിലൊക്കെ BJP അത് നിരോധിക്കാൻ, ഗോവധ നിരോധനം കൊണ്ടുവരാൻ നിയമം പാസ്സാക്കി, നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസ്സാക്കി. അങ്ങനെ കോൺഗ്രസ് ആകെ വെട്ടിലായിരിക്കുകയാണ്. ഇനിയിപ്പോൾ പാർലമെൻറ്റിലും ഭാവിയിൽ നിയമം വരും. ഇത് സംസ്ഥാനങ്ങളിൽ ഒരുപാടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാർലമെൻറ്റിലും ആ നിയമം വരും. അപ്പോൾ അത് BJPയുടെ രാഷ്ട്രീയമാണ്. പക്ഷേ ആസാമിൽ വളരെ കൃത്യമായിട്ട്, ആസാമിൽ പണ്ട് തൊട്ടേ ആസാമിലെ കോൺഗ്രസ്സുകാർ ആവശ്യപ്പെടുന്നുണ്ട്, ഇവിടെ കന്നുകാലി സംരക്ഷണ നിയമം നടപ്പാക്കണം. ഈ എന്താ പറയേണ്ടത്, കന്നുകാലികളെ കൂടുതലായിട്ട് കൊല്ലുന്നു. പ്രത്യേകിച്ചും അവിടുന്ന് ഈ ആസാമിൽ നിന്ന് ബംഗ്ലാദേശിലേക്കും മറ്റും കൂട്ടത്തോടെ കന്നുകാലികളെ കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഈ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ബംഗ്ലാദേശിലേക്ക് കാലിക്കടത്ത് വലിയ തോതിൽ നടക്കുകയാണ്. കള്ളക്കടത്താണ് വാസ്തവത്തിൽ. ഇവിടെയുള്ള കാലികളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അവിടുന്ന് ഈ അതിർത്തി കടത്തി പതുക്കെ അപ്പുറത്തേക്ക് വിടും. അത് ഇവർക്ക് വളരെ പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും. അവിടെ ഈ അതിർത്തിയിലൊക്കെ ഈ ചെക്ക് പോസ്റ്റുകളിലൊക്കെ ചെറിയ കൈക്കൂലി കൊടുത്താൽ മതി, നടക്കും. കാരണം ബംഗ്ലാദേശുമായിട്ട് നമ്മളൊരു സൗഹൃദ രാഷ്ട്രമായതുകൊണ്ട് വലിയ പരിശോധനയൊന്നും കൂടാതെ ഇത് എളുപ്പത്തിൽ സാധിക്കും. ഇത് നിർത്തലാക്കണം എന്ന് വളരെ പണ്ട് തൊട്ടേ ഈ ആസാമിലെ കോൺഗ്രസ്സുകാരും BJPക്കാരും ഒക്കെ ആവശ്യപ്പെടുന്നതാണ്. അന്ന് BJPക്ക് അത്രയും ശക്തി അവിടെ ഇല്ലായിരുന്നു. ഇന്ന് BJPക്ക് വലിയ തോതിൽ ശക്തിയുണ്ട്. അപ്പോൾ BJP അത് എന്താ പറയണ്ടേ, അന്ന് ആവശ്യപ്പെട്ട കാര്യം ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഈ ആക്ട് കൊണ്ടുവന്നത്. ഇത് പശുവിനെയാണോ ഉദ്ദേശിക്കുന്നത് അതോ മുഴുവൻ കന്നുകാലികളെയാണോ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല. അത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും അതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. അത് ഹിന്ദു വോട്ട് ലക്ഷ്യമിട്ട് ചെയ്തതാണ്, അതിലൊന്നും സംശയമില്ല. അതുകൊണ്ട് വളരെ
അതുകൊണ്ടായിരിക്കും ഇതിന് പിന്നാലെ ആസാമിൽ നിന്നുള്ള ഒരു മിനിസ്റ്റർ ഈ ബീഫ് നിരോധനത്തെ അനുകൂലിക്കാത്തവർ പാകിസ്ഥാനിൽ പോയിക്കോട്ടെ എന്ന് പോയിക്കോട്ടെ, അതൊക്കെ BJP തരാതരം പോലെ സംസാരിക്കും. BJP നേതാക്കളല്ലേ, അവർക്ക് ഇതൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കണ്ട, അവർക്ക് രാഷ്ട്രീയം നന്നായിട്ട് അറിയാം. അതായത് നിങ്ങൾ ബീഫിനെ അനുകൂലിക്കുന്നോ, എന്നാൽ പാകിസ്ഥാനിലേക്ക് പൊക്കോ. അപ്പം ഈ മറ്റവർ എതിർപ്പുമായിട്ട് വരാനൊന്നും മടിക്കും. എന്താ, അയ്യോ പാകിസ്ഥാനെന്ന് കേട്ടാൽ തന്നെ ഉത്തരേന്ത്യയിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇന്ത്യ ഒരു വേർതിരിവിൽ വളരെ ശക്തമായ വിരോധം അവർക്ക് പാകിസ്ഥാനോടുണ്ട്. കാരണം വിഭജനവും അതിനെ തുടർന്നുണ്ടായ ലഹളകളും കലാപങ്ങളും കൊലയും കൊള്ളിവെപ്പും ഒക്കെ അനുഭവിച്ചത് അവരാണ്. അപ്പോൾ അവരുടെ അനന്തര തലമുറയ്ക്ക് അതിനെക്കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യില്ല. അപ്പോൾ ഇത് രാഷ്ട്രീയമായിട്ട് BJP എടുത്ത് ഉപയോഗിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ബീഫ് നിരോധനം വേണ്ട അല്ലേ, ബീഫ് വേണമല്ലേ, എന്നാൽ പിന്നെ പാകിസ്ഥാനിലേക്ക് പോയിക്കോ, അവിടെ ചെന്ന് കഴിച്ചോ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമാണത്. അത് ആ രാഷ്ട്രീയം നല്ലതോ ചീത്തയോ എന്നൊക്കെ ഉള്ളത് വേറെ കാര്യം. പക്ഷേ അതിൻ്റെ പുറകിലുള്ള ഒരു താല്പര്യം ഇതാണ്. എന്തായാലും ഈ ആസാമിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഇത് ബീഫെന്ന് ഉദ്ദേശിക്കുന്നത് പശുമാംസത്തെയാണോ അതോ മുഴുവൻ കന്നുകാലികളും അതിൽ പെടുമോ? എനിക്ക് മുഴുവൻ കന്നുകാലികളും അതിൽ പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. പശുമാംസമാകാനാണ് സാധ്യത കൂടുതൽ. അത് മറ്റത് ഇപ്പോൾ സുപ്രീം കോടതിയിലൊക്കെ വരും, കേസ് ഉടനെ വരും, ചോദ്യം ചെയ്യും, വലിയ തോതിൽ വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ നടക്കും. സുപ്രീം കോടതി അതിലൊരു തീരുമാനം പറയുകയും ചെയ്യും. നമുക്ക് അത് കാത്തിരിക്കാം അതിന്. എന്തായാലും ആസാമിൽ നിന്ന് വരുന്ന വാർത്തയുടെ പൂർണ്ണ സമഗ്രമായ ഒരു വ്യക്തത അതിൽ വരേണ്ടതുണ്ട്. അതിന് നമുക്ക് കാത്തിരിക്കാം.